ഷട്ടർ റൂമിൽ പൂട്ടിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടോ? അല്ല, ഇത് പിണറായിസത്തിന്റെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ, എറണാകുളം ജില്ലയിലൊക്കെ നടന്ന അതുപോലത്തുള്ള മറ്റൊരു സംഭവം. ഇവിടെ പിണറായിസം അവസാനിപ്പിക്കാൻ എന്ത് നിലപാടും കേരളത്തിലെ ജനങ്ങൾ എടുക്കാൻ നിൽക്കുകയാണ്. ഇവിടെ ഈ പറയുന്ന അവിശ്വാസ പ്രമേയം ചർച്ചത്തിലേക്ക് കിടക്കുകയാണ്. തൊട്ട് അരമണിക്കൂർ മുമ്പ് വന്ന ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് കരുളായിൽ 397 വോട്ടിനാണ് UDF സ്ഥാനാർത്ഥി ജയിച്ചത്. 62 വോട്ടിന് ജയിച്ച സ്ഥലത്താണ് 397 വോട്ട്. അവിടെ LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരിക്കുന്നത് 303 വോട്ടാണ്. ഭൂരിപക്ഷത്തിനോടൊപ്പം പോലും വോട്ട് നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇത് കേരളത്തിലെ പൊതുചിത്രമാണ്. ഈ പിണറായിസത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ ഓരോ ദിവസവും ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം സ്വാഭാവികമായിട്ടും പിണറായിസത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരുടെ അക്രമോത്സുകത അത്ര കണ്ടാൽ മതി. വിശ്വാസത്തിൽ വലിയ പ്രതീക്ഷ 100%. 11 വോട്ട് അവിടെ ചെയ്യുന്നുണ്ട്. 10 എണ്ണം ഈ പറയുന്നത് പോലെ UDF വോട്ടാണ്. LDF നിന്ന് ഞങ്ങളെ കൂടെ വന്ന വൈസ് പ്രസിഡന്റ് അവർ കൂടി വോട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് അവിശ്വാസം പാസ്സാകും. LDF ഭരണം പിടിച്ചെടുത്തൊരു പഞ്ചായത്താണല്ലോ. അന്നും PV അൻവറിന്റെ പേരാണ് ഉയർന്നു കേട്ടിരുന്നത്. അല്ല, അന്ന് എൻ്റെ ജോലി അതായിരുന്നു. അന്ന് ഞാൻ ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു. ഈ നിയോജക മണ്ഡലത്തിലെ ഇന്ന് LDF ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ എൻ്റെ ഒരു സംഭാവനയില്ല എന്നാണ് പറഞ്ഞത്. ഈ മുനിസിപ്പാലിറ്റിയിൽ CPM ഉണ്ടായിരുന്നത് ഞാൻ വരുന്നതിന് മുമ്പ് 3 ഡിവിഷനാണ്. ഇന്നത് 19 ഡിവിഷനാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 9,000 വീട് മുനിസിപ്പാലിറ്റിയിൽ ഞാൻ കാൽനടയായി പോയി ജനങ്ങളോട് വോട്ട് ചോദിച്ചിട്ടാണ് മുനിസിപ്പാലിറ്റി തിരിച്ച് ആദ്യമായിട്ട് CPM-ൻ്റെയും LDF-ൻ്റെയും കയ്യിലേക്ക് വരുന്നത്. അവരിപ്പോൾ പറഞ്ഞെന്താ, രോമം പോലും പോയിട്ടില്ല, അൻവർ പോയിട്ടെന്നല്ലേ. പിന്നെ എന്തിനായി ബഹളം വെക്കുന്നത്, രോമം പോലും പോകാത്തത്? അപ്പോൾ അതാണ് ഇതിൻ്റെ നിജസ്ഥിതി. ഇത് നിലമ്പൂരിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചുങ്കത്തറ പഞ്ചായത്തിൻ്റെയോ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് എന്ന കരുളായി പഞ്ചായത്തിൻ്റെ സ്ഥിതിയല്ല. കേരളം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ മേഖലകളിലും ജനങ്ങളുടെ വികാരം, ആ ജനവികാരമാണ് ഇവിടെ കാണുന്നത്. അല്ല, അത് എന്നെ ആക്രമിക്കാനുള്ള സ്വാഭാവികമല്ലേ. ആ ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ആ ആക്രമണം കൊണ്ടൊന്നും ഇന്ന് ഈ പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം തടുക്കാൻ ഇവരാര് വിചാരിച്ചാലും നടക്കില്ല. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് നിഷ്കാസിതനാക്കിയാൽ പോലും ഈ പിണറായിസത്തിനെതിരെയുള്ള കേരളത്തിലെ വോട്ട് വളരെ വലിയ രീതിയിൽ ആ ജനങ്ങളുടെ പ്രതികരണം കാണാനിരിക്കുന്നേ ഉള്ളൂ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ.